ഫോണുകൾ വാങ്ങിക്കാൻ വരട്ടെ. ഈ മാസം അവസാനമായല്ലോ. നമ്മുടെ പതിവ് വീഡിയോ ആണ്. അടുത്ത മാസം വരാൻ പോകുന്ന ഫോണുകളുടെ ഒരു ലിസ്റ്റാണ് അപ്പോൾ തരാൻ പോകുന്നത്. ഇനിയിപ്പോൾ ഏതെങ്കിലുമൊക്കെ ഫോണുകൾ തിരക്ക് പിടിച്ച് ഈ അവസാന നിമിഷം പോയി എടുത്തിട്ട് അടുത്ത മാസം നല്ല നല്ല ഫോണുകൾ ഇറങ്ങുന്ന നേരത്ത് വിഷമിക്കാൻ ഇടവരരുതല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അടുത്ത മാസം ഇറങ്ങുന്ന ഫോണുകളുടെ ലിസ്റ്റ് ഒന്ന് അറിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങളുടെ പരിഗണനയിലുള്ള ഫോൺ ഏതാണെന്ന് വെച്ചാൽ അത് പഠിക്കുക. സോ അടുത്ത മാസം ഫോണുകളുടെ ലിസ്റ്റ് ദൈപ്പം പിടിച്ചു. പക്ഷേ ഒരു കാര്യമുണ്ട് കേട്ടോ, ഒരു ഫാക്റ്റ് ഉണ്ട്. ഞാനത് വീഡിയോയുടെ അവസാനം പറയാം. അത് അറിഞ്ഞിരിക്കണം നമ്മൾ, അല്ലെങ്കിൽ നമുക്ക് നിരാശയായിരിക്കും. വെയിറ്റ് ചെയ്താലും നമുക്ക് നിരാശയായിരിക്കും ഫലം കിട്ടാൻ പോകും. സോ ഞാൻ അവസാനം പറയാം. അപ്പോൾ ആദ്യം തന്നെ Xiaomi 17T. യെസ്, ഷവോമിയുടെ 17T വരികയാണ്. ഇത് കുറേ ആൾക്കാർ വളരെ എക്സൈറ്റിംഗ് ആയിട്ട് കാത്തിരിക്കുന്ന ഒരു ഫോണാണ്. നല്ലൊരു സെറ്റപ്പ് ആവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഷവോമിയുടെ ഭാഗത്തു നിന്നും വരുന്ന ഒരു നല്ല ഫോൺ അങ്ങനെയാണ്. ഇതിൻ്റെ സ്പെക്ക് എന്താണെന്ന് നോക്കി കഴിഞ്ഞാൽ 6.5 വരുന്ന 1.5K AMOLED ഡിസ്പ്ലേ ആണ്. Dimensity 8500 അൾട്രാ പ്രോസർ, 50 MP ക്യാമറ സെറ്റപ്പ്, 32 MP ഫ്രണ്ട് ക്യാമറ, 6500 mAh ബാറ്ററി, 67 വാട്ട് ചാർജിങ്, IP6869 തുടങ്ങിയ റേറ്റിംഗ്, അങ്ങനെ എല്ലാം ഉണ്ട് അതിനകത്ത്. അത്യാവശ്യം ആ സ്പെക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം നമുക്ക് അത്യാവശ്യം നല്ലൊരു ഫോണാണ്. സോ ഷവോമി ഫാൻസ് ഒക്കെ ഉണ്ട്. നിങ്ങൾ അവരുടെ ഫോണൊക്കെ എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്യുന്നതിൽ തിരക്കേടില്ല, ഒരു നല്ല ഫോണാവും. എന്നാൽ തീർച്ചയായിട്ടും നല്ല ഫോണാവുമെന്ന് ഉറപ്പുള്ള ഒരു ഫോൺ, ഞാൻ ഏറെക്കുറെ പ്രതീക്ഷിക്കുന്ന ഒരു ഫോണാണ് മോട്ടോറോളയുടെ Edge 70 Pro Plus. ഈ ഫോണിൽ 6.8 ഇഞ്ച് വരുന്ന 1.5K കർവ്ഡ് 144 Hz ഡിസ്പ്ലേ ഉണ്ട്. Gorilla Glass 7a പ്രൊട്ടക്ഷൻ, Dimensity 8500 പ്രോസസർ, 6500 mAh ബാറ്ററി, 90 വാട്ട് ചാർജിങ്, 50 MP ക്യാമറ സെറ്റപ്പ്, IP6869 തുടങ്ങിയ റേറ്റിംഗ് എല്ലാം ഉണ്ട്. 50 MP ട്രിപ്പിൾ ക്യാമറയാണ്. 50 MP ക്യാമറയാണ് മെയിൻ ക്യാമറ, 3.5 ടെലിഫോട്ടോ അടക്കം, ഫ്രണ്ടിൽ 50 MP സെൽഫി ക്യാമറ അടക്കമുള്ള സംവിധാനങ്ങൾ. സോ മൊത്തത്തിൽ നല്ലൊരു ഓൾ റൗണ്ടർ പാക്കേജ് ആയിട്ടായിരിക്കും മോട്ടോറോള Edge 70 Pro Plus വരിക. സോ അപ്പോൾ നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ എനേബിൾ ചെയ്ത് വെക്കുക. മോട്ടോറോള Edge 70 Pro Plusന്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ. ഇനി അടുത്തത് റെഡ്മി ഫാൻസിന് വളരെ ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഈ ടർബോ സീരീസ്. അവരുടെ ടർബോ ഫോണുകൾ, ഒരുപാട് ടർബോകൾ വരാറുണ്ട്. ഇത്തവണ വരുന്ന ഒരു നല്ല ടർബോ ആവുമെന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു സംഭവമാണ് റെഡ്മി ടർബോ 5. ഈ ഒരു ഫോണിൽ 6.59 ഇഞ്ച് വരുന്ന 1.5K AMOLED ഡിസ്പ്ലേ, Dimensity 8500 പ്രോസർ, 50 MP ക്യാമറ, 20 MP ഫ്രണ്ട് ക്യാമറ, 7560 mAh ബാറ്ററി, 100 വാട്ട് ചാർജിങ്, IP69 റേറ്റിംഗ് അടക്കമുള്ള സംവിധാനങ്ങൾ. ഇതൊരു 40,000 രൂപ റേഞ്ചിൽ വരുമെന്നും പറയുന്നു. അപ്പോൾ റെഡ്മി ഫാൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ ടർബോയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ്. ഇനി അടുത്ത ഒരു നല്ല ഐറ്റം എന്ന് എടുത്ത് പറയാൻ കാരണം ഇൻഫിനിക്സ് ആണ് ഇപ്പോൾ തമ്മിൽ ഭേദം തൊമ്മൻ എന്ന രീതിയിൽ നല്ല സ്പെക്കിൽ ഫോണുകൾ നല്ല പ്രൈസിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇൻഫിനിക്സിന്റെ GT50 Pro എന്ന് പറയുന്ന ഫോൺ വരുന്നുണ്ട്. ഗെയിമിങ്ങിനൊക്കെ പറ്റിയ അടിപൊളി സെറ്റപ്പ് ഒക്കെ ഉള്ള ഒരു ഫോണാണ്. അതിന്റെ ബാക്കിലത്തെ ഡിസൈനൊക്കെ ആ ഗെയിമിങ്ങിന് വേണ്ടിയുള്ള ലൈറ്റ് സെറ്റപ്പും കാര്യങ്ങളൊക്കെ അടക്കമാണ് വരുന്നത്. സോ ഗെയിമേഴ്സിന് ഇഷ്ടപ്പെടാം. അതിനകത്ത് Dimensity 8400 അൾട്ടിമേറ്റ് പ്രോസസറാണ്. 6.78 ഇഞ്ച് 144 ഹെർട്സിന്റെ ഫ്ലാറ്റ് OLED ഡിസ്പ്ലേ ആണ്. 50 MP ക്യാമറ സെറ്റപ്പ്, 6500 mAh ബാറ്ററി, 45 വാട്ട് ചാർജിങ്, സ്റ്റീരിയോ സ്പീക്കർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു 30,000 രൂപ താഴെയായിട്ട് ഈ ഒരു ഫോൺ വരുമെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നന്നായിരിക്കും. കാരണം ആ സ്പെക്ക് വെച്ചിട്ട് നമുക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ അതൊരു നല്ല ഗെയിമിങ്ങിന് പറ്റിയ ഫോണായിരിക്കാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ പറയുന്നുള്ളൂ. ഉറപ്പാണ്, വെയിറ്റ് ചെയ്യുമെന്നല്ല, സാധ്യതയുണ്ട്. ഇൻഫിനിക്സിൻ്റെ GT സീരീസ് മോശമല്ല. നമ്മൾ മുമ്പ് റിവ്യൂ ചെയ്തതിലൊക്കെ നല്ല പെർഫോമൻസ് ഉണ്ടായിരുന്നു. സോ ഇത് വരുമ്പോൾ നമ്മളതൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നമ്മൾ ഡീറ്റെയിൽ വീഡിയോ ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ വെയിറ്റ് ചെയ്യാം. നിങ്ങളൊരു ഗെയിമിംഗ് ഫോൺ ഈ പ്രൈസിൽ നോക്കുന്നെങ്കിൽ ഇത് നിങ്ങൾക്ക് താല്പര്യമുണ്ട്. ഇനി മറ്റൊരു നല്ല ഫോൺ ആവാൻ സാധ്യതയുള്ളൊരു ഫോൺ, സാധ്യതയല്ല, ഉറപ്പായിട്ടും നല്ല ഫോൺ ആയിരിക്കും എന്നറിയാം. കാരണം OnePlusന്റെ 15S ആണ്. 13S ഓൾറെഡി ഇവിടെ ഉണ്ട്. ഞാൻ ഒന്നിലധികം വീഡിയോസ് ചെയ്തിട്ടുണ്ട് ആ ഫോണിൻ്റെ. നല്ലൊരു നൈസ് കോമ്പാക്റ്റ് ഓൾ റൗണ്ടർ പാക്കേജ് ആയിരുന്നു ആ ഫോൺ 13S. സോ ഇത് വരുമ്പോൾ ഇതും അങ്ങനെ ആയിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇതിൻ്റെ സ്പെക്ക് നോക്കിയാൽ 6.32 ഇഞ്ച് 1.5K ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ്. 165 Hz റീഫ്രഷ് റേറ്റ്, Snapdragon 8 Gen 5, 50 MP ക്യാമറ സെറ്റപ്പ്, 50 MP ഡുവൽ ക്യാമറയാണ്, 32 MP ഫ്രണ്ട് ക്യാമറ, 7500 mAh ബാറ്ററി, 100 വാട്ട് വയേർഡ് ചാർജിങ്, വയർലെസ് ചാർജിങ്, IP6869 റേറ്റിംഗ്, 55-60 രൂപ റേഞ്ചിലെ പ്രൈസിങ്. ഈ ഒരു സെറ്റപ്പുമായിട്ടാണ് അടുത്ത മാസം പകുതിയോടുകൂടി ഒരു ഫോൺ വരുമെന്നാണ് പറയുന്നത്. OnePlus 15S ഒരു കോമ്പാക്റ്റ് ഓൾ റൗണ്ടർ പാക്കേജ് നിങ്ങൾ നോക്കുന്നുവെങ്കിൽ ഈ ഫോൺ പരിഗണിക്കാം. പിന്നെ ഒരു ഫാക്റ്റ് പറയാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഫാക്റ്റ് വേറൊന്നുമല്ല, ഫോണുകളുടെയൊക്കെ വില കൂടി, ബ്രാൻഡുകൾ കൂട്ടിയാണ് ഇപ്പോൾ ഇറക്കുന്നത്. അതായത് റാമിൻ്റെയും സ്റ്റോറേജിൻ്റെയൊക്കെ വില വളരെയധികം കൂടിയതുകൊണ്ട് എല്ലാ ബ്രാൻഡുകളുടെയും എല്ലാ മോഡലുകളിലും വില കൂടിയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ബ്രാൻഡിൻ്റെ അല്ല. ഇത് എടുത്തു പറയാൻ എന്താ കാരണം എന്ന് ചോദിച്ചാൽ, ഈ മാസം നമ്മൾ കഴിഞ്ഞ സമയങ്ങളിൽ നമ്മൾ അൺബോക്സ് ചെയ്ത പല വീഡിയോകൾക്ക് താഴെയും ഇത് പെയ്ഡ് പ്രൊമോഷനാണ്, വില കൂടുതലാണ്, വാല്യൂ ഫോർ മണി അല്ല, ഇയാൾ ഇത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല എന്ന രീതിയിലുള്ള കമൻറ്റുകൾ കാണുന്നുണ്ട്. നമ്മൾ പല വീഡിയോകളിൽ, നമ്മൾ മാത്രമല്ല മിക്കവാറും എല്ലാ യൂട്യൂബേഴ്സും പല വീഡിയോകളിൽ പറഞ്ഞു കഴിഞ്ഞു ഫോണുകളുടെയൊക്കെ വില ഭയങ്കരമായിട്ട് കൂടി, ഇനിയും ഒരു പക്ഷേ കൂടാം എന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഒരുപാട് പേര് പറഞ്ഞു കഴിഞ്ഞു. നിങ്ങളിൽ പലരും അറിയാം, നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് അറിയാം. ചില ആൾക്കാർക്ക് അറിയാത്തവരാണ്, അവരാണ് ഈ കമൻറ്റ് ചെയ്യുന്നത്. അവർക്ക് ആ സിറ്റുവേഷൻ മനസ്സിലായിട്ടില്ല, അതുകൊണ്ടാണ് ആ കമൻറ്റ് ചെയ്യുന്നത്. ബ്രാൻഡുകൾ അങ്ങനെയാണ് ചെയ്യുന്നത്. നമുക്ക് അതിനൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. നിങ്ങൾക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് ആ കൃത്യമായിട്ടുള്ള വസ്തുത നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ മാത്രമേ പറ്റുള്ളൂ. അപ്പം നിങ്ങൾ ചിന്തിച്ച് നോക്കുക, നിങ്ങൾക്ക് ആ പ്രൈസിന് അഫോർഡബിൾ ആണെങ്കിൽ ചൂസ് ചെയ്യുക, അല്ലെങ്കിൽ വിട്ടുകളയുക എന്നുള്ളത് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇവരെന്തെങ്കിലും ചെയ്യുമോ നോക്കുക. വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ വെയിറ്റ് ചെയ്യുക. ബ്രാൻഡുകൾ വില കുറയ്ക്കാനുള്ള എന്തെങ്കിലും ഐഡിയ കണ്ടുപിടിക്കും എന്നുള്ളത് കാത്തിരിക്കാനേ പറ്റൂ, കുറയാനൊന്നും വഴിയില്ല. അപ്പോൾ ഈ ഒരു ഫാക്റ്റ് മനസ്സിലാക്കിയിരിക്കുക. ഫോണുകളുടെയൊക്കെ പ്രൈസ് കൂടിയിട്ടുണ്ട്. ഇനി ഇറങ്ങുന്ന ഓരോ ഫോണുകളും നമ്മൾ പഴയ പ്രൈസ് വെച്ചുകൊണ്ട് കമ്പയർ ചെയ്യരുത്. പിന്നെ ഒരു കാര്യമുണ്ട്,
പുതിയ ഫോൺ ഇറങ്ങുമ്പോൾ അത് തന്നെ എടുക്കണമെന്ന് നിർബന്ധമില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ കഴിഞ്ഞ ജനറേഷനിലെ ഫോണുകൾ എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇതിനേക്കാൾ കുറച്ചുകൂടി നല്ല സ്പെക്കിലും വാല്യൂവിലും നമുക്ക് ഫോണിൽ എടുക്കാൻ സാധിക്കും. പക്ഷേ അത് കഴിഞ്ഞ ജനറേഷൻ ഫോണുകളാണ്. വേണമെങ്കിൽ അങ്ങനെ ഒരു വീഡിയോ തന്നെ ചെയ്യാം നമുക്ക്. അതായത് 30,000 റേഞ്ചിൽ താഴെയുള്ള ഫോണുകളിൽ നിന്ന് എടുത്തിട്ട് പുതിയ ഫോണുകൾ ഇതൊക്കെയാണ്, ഇതിനേക്കാൾ നല്ല സ്പെക്കിലുള്ള പഴയ ഫോണുകളുണ്ട് എന്ന് പറഞ്ഞൊരു വീഡിയോ വേണമെങ്കിൽ ഞാൻ ചെയ്യാം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ബട്ട് അത് പഴയ ഫോണായിരിക്കും, ആൻഡ്രോയിഡ് 15-ലായിരിക്കും. ഇതൊക്കെ പുതിയത് ലേറ്റസ്റ്റ് ആൻഡ്രോയിഡ് 16-ലായിരിക്കും. അത് നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് വേണം തീരുമാനിക്കാൻ. എന്തായാലും കമൻറ്റ് ചെയ്യും, ബാക്കി നമുക്ക് നോക്കാം. സോ അപ്പോൾ നമ്മൾ ലാസ്റ്റ് പറഞ്ഞ OnePlus 15s കാര്യമാണ്. പിന്നെ IQ C11 വരുന്നുണ്ട് കേട്ടോ. 11X ഒക്കെ നമ്മൾ വീഡിയോ നിങ്ങൾ കണ്ടു കാണും. 11 വരുന്നുണ്ട് ഇപ്പോൾ. അതിൽ 9020 mAh ബാറ്ററി ഉണ്ടായിരിക്കും, 90 വാട്ടിൻ്റെ ചാർജിങ്ങും, 1.5K AMOLED ഡിസ്പ്ലേ, 165 ഹെർട്സിൻ്റെയാണ്. സ്നാപ്ഡ്രാഗൺ 7th Gen 4 പ്രോസർ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഡയമൻസിറ്റി പ്രോസറാണ് ചൈനയിൽ, ഇവിടെ സ്നാപ്ഡ്രാഗൺ പ്രോസർ ആവുമെന്നാണ് കേൾക്കുന്നത്. പിന്നെ 50 MP ക്യാമറ, 32 MP സെൽഫി ക്യാമറ, IP6869 റേറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. 30,000 രൂപ റേഞ്ചിലായിരിക്കും പ്രൈസ്. കണ്ടോ, IQ C11 ആണെന്ന് ഓർക്കണം. 30,000 റേഞ്ചിലേക്ക് പോയി, വില കൂടിയിട്ടുണ്ട്. ഈ റേഞ്ചിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് തന്നെ ഈ റേഞ്ചിലാണ്. ബ്രാൻഡ് അതിൻ്റെ മുകളിൽ കൊണ്ടിറക്കുമോ അതോ താഴെ ഇറക്കും എന്നുള്ള കാര്യം നമുക്ക് കാത്തിരുന്ന് തന്നെ കാണണം. ഇനി ലാസ്റ്റായിട്ടല്ല സാംസങ്ങിൻ്റെ M series ഒരെണ്ണം വരുന്നുണ്ട്. M47 എന്നും M70 Pro എന്നൊക്കെ ഇതിന് പേര് കേൾക്കുന്നുണ്ട്. ഏതോ ഒരു പേരിൽ അവർ ഒരു M series ഫോൺ ഇറക്കും. വലിയ സ്പെക്കൊന്നുമല്ല. AMOLED ഡിസ്പ്ലേ, 6th Gen 3 പ്രോസർ, 50 MP ക്യാമറ, 5000 mAh ബാറ്ററി തന്നെ, 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് തന്നെ, 25,000 രൂപ പ്രൈസ്. അപ്പോൾ വാല്യൂ ഫോർ മണി നോക്കണ്ട. പണ്ട് 15,000, 16,000, 17,000 രൂപ റേഞ്ചിലൊക്കെ എടുത്തുകൊണ്ടിരുന്ന ഒരു ഫോൺ 25,000 രൂപ താഴെയായിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും സാംസങ്ങിൻ്റെ. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ അറിഞ്ഞിരിക്കുക. വേണമെങ്കിൽ മാത്രം വെയിറ്റ് ചെയ്തെടുക്കുക. സാംസങ്ങിൻ്റെ ഫാൻസൊക്കെ ആണെങ്കിൽ പുതിയൊരു സാംസങ് ഫോൺ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇതാണ് വരാൻ പോകുന്നത്. പിന്നെ ലാസ്റ്റ് 2 കാര്യങ്ങൾ പറയാനുള്ളത്. ഒന്ന്, ഓപ്പോയുടെ റെനോ സീരീസ് ഇന്ത്യയിൽ അടുത്ത മാസം ലോഞ്ച് ചെയ്യുന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. അടുത്ത മാസം ലോഞ്ച് ചെയ്യാം, പക്ഷേ സാധ്യത വളരെ കുറവാണ്. കാരണം അവർ പൊതുവേ ഒരു കഴിഞ്ഞ ജനറേഷൻ നോക്കിയാൽ നവംബറിൽ ലോഞ്ച് ചെയ്ത ഫോൺ അവർ ഇന്ത്യയിലേക്ക് എത്തിച്ചത് ജനുവരിയിലാണ്. അതായത് ഒരു മാസത്തെ ഗ്യാപ്പ് അതിന് ഇന്ത്യൻ സോഫ്റ്റ്വെയറിലേക്ക് മാറ്റാനും സർട്ടിഫിക്കേഷനുകളും മറ്റുമൊക്കെ അപ്ലൈ ചെയ്ത് കിട്ടാനും ഒക്കെ എടുക്കുന്നൊരു ടൈം ഗ്യാപ്പാണത്. ഒരു മാസം 1.5 മാസം കഴിഞ്ഞിട്ടാണ് അവർ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ ഈ നാളെ 25 മെയ് 25 ലോഞ്ച് ചെയ്ത് ഉടനെ തന്നെ എടുത്ത് പിടിച്ചോന്ന് പറഞ്ഞാൽ അടുത്ത ജൂണിൽ കൊണ്ടുവന്ന് ഇവിടെ ഇറക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. മിക്കവാറും ജൂലൈയിൽ പ്രതീക്ഷിക്കാം. കാരണം അങ്ങനെയാണ് അവർ ചെയ്യാറ്. അതുകൊണ്ട് ജൂലൈയിൽ ഓപ്പോ റെനോ സീരീസ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ ഇപ്പോൾ പറയുന്നില്ല, വരട്ടെ, നമുക്ക് നോക്കാം. പിന്നെ വിവോയുടെ V80 വരുമെന്നുള്ളൊരു വാർത്തയും അവിടെ ഇവിടെയൊക്കെ കേട്ടു. യാതൊരു സാധ്യതയില്ല. ആകെ 3 മാസമായിട്ടുള്ള V70 ഇറങ്ങിയിട്ട് നമ്മുടെ ചാനലിൽ വീഡിയോ കിടപ്പുണ്ട്, V70 Liteൻ്റെ ഒക്കെ. അപ്പോൾ അത് ഇനിയിപ്പോൾ എന്തായാലും അടുത്ത മാസം കൊണ്ടുവന്നിട്ട് വീണ്ടും വിവോ ഇറക്കാനും സാധ്യതയില്ല. സോ അപ്പോൾ ഈ 2 സാധ്യതയില്ലാത്ത ഫോണുകളുണ്ട്. പലരും പറയുന്നുണ്ട് ഇത് വരുമെന്ന്. അത് മൈൻഡിൽ നിന്ന് മാറ്റി വെച്ചേക്കും. നമ്മൾ ഇത്ര നേരം പറഞ്ഞ ഈ സാംസങ്ങിൻ്റെ M47 അടക്കമുള്ള ഫോണുകൾ വരെയാണ് അടുത്ത മാസം ലോഞ്ച് ചെയ്യാൻ പോകുന്നതായിട്ട് ഞാൻ കരുതുന്ന ഫോണുകൾ. നമുക്ക് നോക്കാം ഏതൊക്കെ ലോഞ്ച് ചെയ്യില്ല എന്നുള്ള കാര്യങ്ങൾ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ, നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ, അതോ പഴയ ജനറേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പഴയ ഏതെങ്കിലും ജനറേഷൻ എടുത്ത് വലിയ ഫോർമണിയാക്കി സെറ്റാക്കി ഇരിക്കാം എന്നാണ് വിചാരിക്കുന്നത്. അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യുക. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. ബൈ.